പ്രാർത്ഥനകളും ആചാരാനുഷ്ഠാനങ്ങളും ഓരോ ടീമിനും പ്രത്യേകമായി തന്നെയും നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് വിയപുരം ചുണ്ടനാണ്. കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ചാമ്പ്യന്മാരായ ടീം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കൈനഗിരിയിലെ ഇളങ്കാവിലമ്മ ക്ഷേത്രത്തിലേക്ക് വന്നു ചേരുന്നതാണ് എന്നുള്ളതാണ്. നമ്മൾ അല്പനേരം മുമ്പ് നീറ്റിലിറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ടീം അംഗങ്ങൾ പാടിയ പാട്ട് യേശുവിനെ സ്തുതിച്ചുകൊണ്ടുള്ളതായിരുന്നു. പരീക്ഷണം എൻ്റെ ദൈവം തന്നാൽ അതിനുള്ള പരിഹാരം അതിന് കൂടെ എന്നുമുണ്ട് എന്ന് പറയുന്ന യേശുവിനെ സ്തുതിക്കുന്ന ഗാനം ചൊല്ലി ആരംഭിച്ച അല്ലെങ്കിൽ നീറ്റിലിറക്കിയ അതേ ടീം ഇവിടെ ഇളങ്കാവിലമ്മ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മതേതരത്വത്തിൻ്റെ അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി പങ്കുവയ്ക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയൊക്കെയും വ്യക്തമായ സന്ദേശം കൂടിയാണ് ഈ കാഴ്ച എന്ന് പറയാതിരിക്കുവാൻ വയ്യ. ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രസാദവും അനുഗ്രഹവും വാങ്ങി ഓരോ ടീം അംഗങ്ങളും മടങ്ങി ബോട്ടിലേക്ക് തിരിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രാർത്ഥന വളരെ ഭക്തി നിർഭരമായിരുന്നു എന്ന് പറയാതിരിക്കുവാൻ വയ്യ. കൂടാതെ കോവിലിന് മുൻപിൽ ആർപ്പോ ഇറോ എന്ന ആവേശം മുഴക്കിക്കൊണ്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ഇവിടെ ക്ഷേത്ര ഭാരവാഹി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ക്ഷേത്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ട് ടീമിന്? ക്ഷേത്രത്തിന് എല്ലാ പിന്തുണയും ഉണ്ട്. ജയിക്ക് വരണം. നമ്മുടെ കരയിൽ നിന്നുള്ള വള്ളമാണ്, അത് നമ്മുടെ അഭിമാനമാണ്. UPC കൈനഗിരി എന്ന് പറയുന്നത് നെഹ്റു ട്രോഫിയിൽ ഏറ്റവും പേരെടുത്ത ടീമാണ്. വർഷങ്ങളോളം പഴക്കമാണ്. ഏറ്റവും കൂടുതൽ ജേതാവായ ക്ലബ്ബും കൂടെയാണ്. അപ്പോൾ അതാണ് ആ ക്ലബിനുള്ള ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകമെമ്പാടും അറിയുന്ന ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി എന്ന്. അത് FC, യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് FC എന്ന് പറയുന്നത് ഇപ്പം പറയുന്നത്. അത് ആൾക്കാരും എല്ലാം അതൊക്കെ തന്നെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച, അവിടെ നിന്ന് നീറ്റിലിറക്കുമ്പോൾ യേശുക്രിസ്തുവിന് സ്തുതി പറയുന്ന ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് അവർ നീറ്റിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഇവിടെ വന്ന് ദേവിയുടെ അനുഗ്രഹം മേടി ഒരു പാട്ട് പാടാം. അറ്റരുകിൽ കുടികൊള്ളും, അറ്റരുകിൽ കുടികൊള്ളും ഇളങ്കാവിൽ ഭഗവതി, അതക്കിടതരിപടി അനുഗ്രഹിച്ചയക്കണം ഞങ്ങളെ അങ്ങേ. അതക്കിടതരിപടി എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് നേടും. എത്ര മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിന്റെ തനത് സംസ്കാരത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്. ഇനി പുന്നമടയിലെ ജലരാജാക്കന്മാർ ആരാണ് എന്ന് കണ്ടെത്തുവാനുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ്. അനന്തപുരത്തോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ആലപ്പുഴ.